അത് വിശ്വസിക്കാൻ കാരണം എന്താ വെച്ചാൽ ഈ യാത്ര തുടങ്ങിയിട്ട് ഇതുവരെ ഒരു അപകടവും ഉണ്ടായിട്ടില്ല. മോശമാണ്, തെറ്റാണെന്നുണ്ടെങ്കിൽ ഇത്ര യാത്ര ആൾക്കാർ വരുന്നതാ. പലതും ഉണ്ടാവാം, ബസ് ആക്സിഡന്റ് ഉണ്ടാവാം, ചുരത്തിൽ കൂടിയാണ് നടക്കുന്നത്, ഒരു വണ്ടി തട്ടാം, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാം, പോലീസ് ആക്ഷൻ ഉണ്ടാവാം, എന്തൊക്കെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒന്നും ഇപ്പോഴും ഉണ്ടായില്ല. കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിട്ടില്ല. എനിക്കറിയാം. എനിക്ക് തോന്നി അതൊരു ദൈവത്തിന്റെ ഒരു ഭാഗ്യം, ഒരു അനുഗ്രഹമാണ് ദൈവത്തിന്റെ, അല്ലെങ്കിൽ ആ സങ്കല്പത്തിന്റെ. അപ്പൊ അങ്ങനെ കരിന്തണ്ടൻ യാത്രയാണ് തുടങ്ങിയത്. അതും ഇങ്ങനെ ഒരു രാത്രിയാണ് ഈ തോന്നണേ. കരിന്തണ്ടൻ സ്മൃതി എന്ത് ചെയ്യും? അപ്പോൾ ചുരത്തിൽ കൂടി നടക്കുക. അങ്ങനെ ചുരത്തിൽ കൂടി നടന്നാണ് ഇവിടെ എത്തിയത്. തുടക്കത്തിൽ വെറും 72 പേരെ ഉണ്ടായുള്ളൂ. ഈ നടക്കുന്ന 14 കിലോമീറ്റർ. അപ്പോൾ അന്ന് ചോറ് കൊടുക്കാനൊന്നും ആളില്ല. അപ്പോൾ സ്വയം സേവരായുള്ള ആൾക്കാരുടെ വീടുകളിൽ നിന്ന് ചോറൊക്കെ കൊണ്ടുവന്ന് പിന്നെ അവിടുത്തെ നാട്ടുകാരെല്ലാം അരി വെച്ച് ചോറ് വെച്ച് എല്ലാവർക്കും കൊടുത്ത് വിതരണം ചെയ്ത് അങ്ങനെ ഒരു ഉത്സവമാണ് നാട്ടിലെ. അപ്പോൾ അവിടെ ഒരു കോളനി ഉണ്ട്. കോളനി വെച്ചാൽ വനവാസി കോളനി അല്ല, വേറെ ഒരു വീടുണ്ട്. അവരാണ് ഭക്ഷണമൊക്കെ വയ്ക്കുന്നത്. അവർ അരിയൊക്കെ സംഘടിപ്പിച്ച് കൂട്ടാനൊക്കെ വെച്ച് ഒരു സാമ്പാറും ഒരു ചോറും അത്രയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ അതിന് കുമ്മനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. കുമ്മനുണ്ട്, നന്ദേട്ടനുണ്ട്, പിന്നെ ശ്രീധരൻപിള്ള പങ്കെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പലരും ഉണ്ട്. നമ്മുടെ ജഡ്ജായിരുന്ന ഇപ്പോഴും ജഡ്ജാണ് നഗരേഷ്, അവരൊക്കെ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ IC ബാലകൃഷ്ണൻ MLA അവരും പങ്കെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം പേര് 15 വർഷം കൊണ്ട് പങ്കെടുത്തിട്ടുണ്ട്. കുമ്മനൊക്കെ വന്നിട്ട്, കുമ്മനം മുഴുവൻ നടന്നിട്ടൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു വലിയ സുരേഷ് ഗോപി, അത് പറയാൻ പറ്റും, സുരേഷ് ഗോപിയും എൻ്റെ അകത്ത് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ വർഷവും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ വർഷം ഉണ്ടായിരുന്നു. അതാണ് കരിന്തണ്ടൻ സ്മൃതി യാത്ര. അപ്പോൾ ഒരു